तर्हि ॐ विवेकचूडामणि स्थूलस्य सम्भव जरामरणानि धर्माः സ്ഥൂലമായിട്ടുള്ള ഒരു പദാർത്ഥം, അതായത് ഈ പൃഥ്വിയായാലും ശരി, ജലമായാലും ശരി, ആടാന്റെ ശരീരമായാലും ആനേന്റെ ശരീരമായാലും മലയായാലും സ്ഥൂലസ്യ സംഭവ ജരാമരണാനി ധർമാഃ. സ്ഥാവരങ്ങളോ വൃദ്ധിക്ഷയം പറയില്ല. പക്ഷെ സ്ഥൂലമായിട്ടുള്ള വികാരമായ ഈ ശരീരത്തിന് ജന്മം മരണം നടക്കണം. സ്ഥൂലസ്യ സംഭവജര മരണാനി ധർമാഃ. പക്ഷെ ഈ ധർമ്മിക്ക് അത് പറയുന്നില്ല, ധർമ്മിയായ ജീവന് അത് പറയുന്നില്ല. ആത്മാശ്രയത്വം ബ്രഹ്മസൂത്രത്തില് ജീവൻ ഉണ്ടാവുന്നില്ല. ജായതയും വേദാവാദിശം നായം കുലശൻ ഉറുവശ അരുണത്യസാശ്രയം ബ്രഹ്മ മഹന്യജന്യമാണ് ശരീരം. ഹനിക്കപ്പെടുന്ന ആയ ശരീരത്തിൽ ഹനിക്കപ്പെടുന്നില്ല, അത് ജീവാത്മാവാണെന്ന് പറയുന്നത്. സ്ഥൂലസ്യ സംഭവജര മരണാനി ധർമാഃ സ്ഥൗല്യാദയോ ബഹുവിധാഃ. സ്ഥൂലഭാവം എന്നല്ല പലതരത്തിലുണ്ട്. ജരാമരണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മ ജന്മനിമിത്തം ആയിട്ട് ചെയ്യുന്നതായ ഹോമങ്ങൾ, അതായത് മൃത്യുഞ്ജയ ഹോമം, യാഥേഷ്ടിയായാലും ശരി, അത് ജനിച്ചതിൽ നിമിത്തമല്ല, ഗർഭബീജഗത ദോഷം പോകാൻ വേണ്ടി മാത്രമാണ്. അതെ, മരണം കഴിഞ്ഞാൽ പിന്നെ ശബനി ഷോഡശം അതേപോലെ ശ്രാദ്ധാദികൾ അനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ ജീവൻ നിശ്ചയിച്ചില്ലതുകൊണ്ട് ആ ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അനുഷ്ഠിക്കുന്നത്. മുക്തനി അത് ആവശ്യമില്ലെങ്കിലും ജീവൻ മരിക്കുന്നില്ല എന്നുള്ളത് ആ ജീവാത്മ സംബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. ചരാചര ദേവാശ്രയസ് ദേവദേശ തദ്ദേശ തദ്ഭാവ ഭാവിത്വ എന്നൊരു സൂത്രത്തിൽ പറയുന്നത്. സ്ഥൗല്യാദയോ ബഹുവിധാഃ ശിശുദാദ്യവസ്ഥാഃ. അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല്യാവസ്ഥ, യൗവനാവസ്ഥ, ബാല്യാവസ്ഥ, യൗവനാവസ്ഥ, വാർദ്ധക്യാവസ്ഥ, മൃതാവസ്ഥ, ഇങ്ങനെ അവസ്ഥകൾ ജ്യോതിശാസ്ത്രത്തില് ഉച്ചം, നീചം, സ്വക്ഷേത്രം, മൂലത്രികോണം, ഉച്ചം, ഇങ്ങനെ അവസ്ഥകൾ 6 പറയുന്നത്. അത് ജാഗ്രത അവസ്ഥ, വേദാന്തത്തിൽ ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി 3 പറയുന്നു. സുഷുപ്തിയിൽ നിന്നും ഭിന്നമായിട്ട് മോഹാസ്യം എന്നുള്ളത് അർദ്ധസംപ്രതിപത്തിയുണ്ട്. അർദ്ധസംപ്രതിപത്തി എന്നുള്ള അധികമത്തിൽ ഈ മോഹാസ്യം എന്നുള്ള അവസ്ഥയും അതേപോലെ മോഹാസ്യത്തിൽ നിന്ന് ഇത് സുഷുപ്തിയിൽ ചേർന്നതെന്ന് ഒരു പക്ഷം, അല്ല സുഷുപ്തിയിൽ നിന്ന് വേർപെട്ടതെന്ന് ഒരവസ്ഥ. സുഷുപ്തിയിൽ ഭയാനക മുഖമില്ല, ശ്വാസോച്ഛ്വാസം എന്നുള്ളത് നന്നായിട്ടുണ്ട്, സ്വസന്ന പതന്നാണ് പറയുന്നത്. പക്ഷെ മോഹാസ്യത്തിനില്ലാണ്ട് ഭയാനകമായ മുഖമാണ്, ദേഹത്തിൽ ചൂട് മാത്രമേ ഉള്ളൂ, ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ഭേദമുണ്ട്. അപ്പൊ ജ്ഞാനം എന്നുള്ളത് ഇന്ദ്രിയകരണങ്ങൾ വഴിയായിട്ട് അറിയുന്നത് ബുദ്ധി. പക്ഷെ ആ ബുദ്ധിന്റെ ധർമ്മിയായിട്ടുള്ള ആ നിർവിശേഷ സ്വരൂപമാണ് മോഹാസ്യം എന്നുള്ള അവസ്ഥയിൽ ശരീരത്തിൽ ചൂടുണ്ട്, ആ ഉണ്ട് എന്നുള്ളത് ഞാനില്ല അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് അതിന്റെ ധർമ്മി സ്വരൂപം, വിശേഷ സ്വരൂപം. അത് ജീവന്റെ ആയ ഒരു എന്താ പറയേണ്ട ഒരു അപഗതി. ഈ അപഗതി പൂർണ്ണമാവുന്നവർക്കാണ് ശുദ്ധമുക്തി എന്നുള്ളത്. സ്ഥൗല്യാദയോ ബഹുവിധാഃ ശിശുദാദ്യവസ്ഥാഃ. അപ്പൊ ആ അവസ്ഥ നൽകുന്ന ബാല്യം, അതിബാല്യം, അത് നമ്മുടെ അവസ്ഥകൾ പലതരത്തിൽ പിരിക്കുന്നുണ്ട് ജ്യോതിശാസ്ത്രത്തിൽ. അപ്പൊ വർണ്ണാശ്രമാദി നിയമാഃ ബഹുധാമയാഃ സ്യുഃ. ഇപ്പൊ വർണ്ണാശ്രമ വ്യവസ്ഥകളിൽ പലതരത്തിലുള്ള ആമയങ്ങളാണ്, ജാതികളാണ്. പരമാർത്ഥ ദൃഷ്ടിയിൽ നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ജാതി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് നമുക്ക് പ്രവർത്തിക്കുന്നതൊരു നിശ്ചയം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പരമ്പരയായിട്ട് പൂർവികർ ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ നമുക്കിപ്പം ചെയ്യാൻ പറ്റില്ല. അവര് പൂർവികന്മാർ ചെയ്തത് മുട്ടാളത്തരാണെങ്കിൽ ഇപ്പോൾ നാമ ചെയ്യുന്നത് കൂടിയ ശീഘ്രത്തിൽ മുട്ടാളത്തരാവും. അത് പൂർവികന്മാരെ നിർണീതമായിട്ട് പ്രതീകോപാസന ചെയ്തിരുന്നു. അതിന്റെ പല ഒരു അർശാധിപതിയോ സദ്യോ മുക്തിയോ അപഗതിയിനാൽ സദ്യോ മുക്തിയോ കിട്ടിയിരുന്നു. അത് നമ്മളും കിട്ടും.
നിൽക്കാനുള്ള പരിശ്രമം നമ്മൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് രാജാക്കന്മാർ ആരുണ്ടായിരുന്നു അറിയാം, വരും കാലത്ത് രാജാക്കന്മാർ ഉണ്ടാവാൻ പോകുന്നത് ആരാണെന്ന് അറിയില്ല. അതേപോലെ ആരെല്ലാം മുക്തിദശയെ തേടുന്നത്, ആരെല്ലാം ആധ്യാത്മിക ദശയെ അറിയുന്നത്, ആരാ ആധ്യാത്മിക ദശയെ പറയാൻ പോകുന്നതല്ല നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ആൾക്കാർ എന്നുള്ളത് സ്പഷ്ടം. വർണ്ണാശ്രമാതി നിയമ ബഹുധാമയാസ്യു. വർണ്ണം എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യാജിയാണ്. നല്ല കളറാണ്, ഇഷ്ടപ്പെട്ടു തോന്നുന്നതാണ്. അതൊരു വ്യാജം, ഒരു വ്യാജം. ഇതിനൊരു മായ, ഇല്ല എന്നാണ് ഒരു നൈമിഷിക സുഖം, നിത്യസുഖം നമ്മളിൽ ഉണ്ടായിട്ട് അതറിയാത്തതാണ് നമ്മളിലായ അവിദ്യ. ഒരു തരത്തിൽ എല്ലാത്തിനെയും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, ശബ്ദത്തിന് പരിമിതികളുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അത് ഉപാസന എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ ശേഷിയെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, അത് അപ്രയപ്പെട്ടതാണ് ബ്രഹ്മസ്വരൂപം പറഞ്ഞു. പൂജാവമാന ബഹുമാന മുഖാവിശേഷ. ഈ വർണ്ണാശ്രമാദികളിൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജിക്കാൻ വേണ്ടിയിട്ടാണ്. പൂജാപമാന ബഹുമാന, അവമാനം ചെയ്യുന്നതിന്, ബഹുമാനിക്കുന്നതിന് പല വിധത്തിൽ ഇതിന്റെ സുഖദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. നമ്മൾ ഒരാളെ ആദരിക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷം വരുന്നില്ല. അനാദരിക്കുന്നതുകൊണ്ട് ഒരാൾ അനാദരിക്കുന്നത് 4 പേര് വേണ്ടി 4 ആൾക്കാർ നമുക്ക് ചുറ്റുപോയി. 4 ആൾക്കാരെ കൊണ്ട് നമ്മൾ ഇവൻ എപ്പോഴും ഇങ്ങനെയാണെന്ന് മനസ്സിൽ കരുതുന്നതോടുകൂടി നമ്മളോട് പെരുമാറുമ്പോൾ തന്നെ അതിനെ അവര് പെരുമാറ്റത്തിന് പാരുഷ്യം ഉണ്ടാവും. നന്നായിട്ട് പെരുമാറുകയും അല്ലാതെ നമ്മളോട് ഒട്ടനധികം നന്നായിട്ട് പെരുമാറേണ്ട അവർ നിർബന്ധം അവർക്ക് ഏർപ്പെടുന്നു. ബഹുമാനമുഖാവിശേഷാ, ഇതാണ് വിശേഷം. ചിലയിടത്തിൽ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവിനെ അറിയാനുള്ള ചില അസാധാരണ ധർമ്മങ്ങളായിരിക്കും ഉണ്ടാവുക. പൂജാപമാന ബഹുമാന മുഖാവിശേഷാ. ഒരാളെ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ അവരെടുക്കുന്ന പിന്നെ എപ്പോഴും നമ്മൾ ഭയം പ്രതീക്ഷിക്കാം. അതുപോലെ പൂജാപമാന ബഹുമാന മുഖാ, പൂജിച്ചാൽ അതിനുള്ള ഫലം ഉണ്ടെങ്കിൽ അവമാനപ്പെടുത്താൻ അതിനുള്ള ഫലമുണ്ട്. ഒരു ഉപ്പിലിട്ടാൽ ഉപ്പ് കൂടുതലിട്ട് കഴിഞ്ഞാൽ അതിനുള്ള ദോഷം, ഉപ്പ് കുറച്ചിട്ട് കഴിഞ്ഞാൽ അതിനുള്ള ദോഷം നമുക്ക് ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പൂജിക്കേണ്ടവരെ പൂജിച്ചാലുള്ള ഫലം നമുക്ക് ഇതുകൊണ്ടാണ് കിട്ടിയതെന്നില്ല അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മജ്ഞാനത്തോട് സംബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ അത് കിട്ടുള്ളൂ. വാസന ആണ് കാരണം. പൂജാവമാന ബഹുമാന മുഖാവിശേഷാ. 91-ാമത് ശ്ലോകം പറയാം. സ്ഥൂലസ്യ സംഭവജരാമരണാനി ധർമാഹ. സ്ഥൂലമായിട്ടെല്ലാം ധർമ്മത്തിൽ ചേർന്നത്. അപ്പോ സ്ഥൂലമല്ലാത്തത് അവ്യയമായിട്ടുള്ളത് അത് നിത്യമായിട്ടാണ്. സ്ഥൂലസ്യ സംഭവജരാ മരണാനി ധർമാഃ സ്ഥൗല്യാദയാ ബഹുവിധാ ശിശുതാദ്യവസ്ഥ. പല കുട്ടികളായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതെല്ലാം തരത്തിൽ പശുവിൻ്റെ കുട്ടിയാവാം, അതേപോലെ ആടിൻ്റെ കുട്ടിയാവാം, അതേപോലെ മനുഷ്യൻ്റെ കുട്ടിയാവാം. അത് എത്ര കാലം ജീവിച്ചു, എന്തെല്ലാം സുഖം അനുഭവിച്ചു, എന്തെല്ലാം നമ്മൾ ചെയ്തു, അതിൻ്റെ കർമ്മങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെല്ലാം നമ്മൾ ആശപ്പെട്ടു, ഏതെല്ലാം നമുക്ക് അതിൻ്റെ ആയ പുണ്യഭാവങ്ങളുണ്ടോ അതിനനുസരിച്ചുള്ള ജന്മങ്ങൾ നമുക്കുണ്ട്. വർണ്ണാശ്രമാതി നിയമാഹ. അന്തന്ത വർണ്ണത്തിലല്ല, അന്തന്ത ആശ്രമത്തിൽ എന്തെന്താ കർമ്മങ്ങൾ നിയമങ്ങളുണ്ടോ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആയ ഫലങ്ങൾ നമുക്കുണ്ട്. അത് പൂർണ്ണമായി കഴിഞ്ഞാൽ ഒരിക്കലും ദുഃഖത്തിന് അവകാശമില്ല. അപ്പൊ സുഖവിശേഷം അനുഭവിക്കാൻ, സ്വർഗത്തിൽ പോകാൻ അനുവദിക്കാനില്ല. കാരണം ജീവൻ നിത്യായിട്ടുള്ള ജീവന് ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നുണ്ട്. സ്വർഗത്തിൽ ജലരൂപത്തിൽ അങ്ങനെ അവിടെ നിന്ന് അത് കഴിയുന്ന സമയത്ത്, അത് കാലം കഴിയുന്ന സമയത്ത് ബാറ്ററി ചാർജ് കഴിഞ്ഞാൽ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് കാറ്റാലടിച്ച് ആകാശത്തോടെ പഞ്ചാബിലൂടെ ഭൂമിയിൽ വരുന്നു എന്നാണ് സന്തോഷാദികളിൽ പറയുന്നത്. വർണ്ണാശ്രമാതി നിയമ ബഹുധാമയാസ്യു. പലതരത്തിലുള്ള വ്യാധികളാണത്. ഒരു തരത്തിൽ കുളിക്കണം, രാവിലെ എണീച്ച് വലിയേക്കണം, ഭക്ഷണം കഴിക്കണം, അത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കഷ്ടം തന്നെയാണ്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നവർക്ക് അടുക്ക വരും, വെക്കാം. കുളിക്കൂല, ഒന്നുമില്ല, പ്രാന്തനം പോലെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ വിഷമവും നമുക്കുണ്ട്. മറ്റുള്ളവർ വരില്ല, വർത്താനം പറയില്ല.
പൂജാപമാന ബഹുമാന മുഖാവിശേഷ. അപ്പോ അന്ത് പൂജിക്കുന്നത് അവമാനിക്കുന്നത് വിശേഷങ്ങളൊക്കെ നമ്മളോട് പ്രവൃത്തിയിലിരുന്ന് നമുക്ക് അനുഭവപ്പെടും. ഇപ്പോൾ പ്രവൃത്തി എന്നുള്ളത് ജ്ഞാനമാർഗത്തിലായിരുന്നു, ജ്ഞാനത്തിന്റെ അവസാനത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വിവേക വിജ്ഞാനം എന്നുള്ളത് വർദ്ധിക്കുന്നതിന്റെ ഒരു സാരം. ദേശേന്ദ്രിയം എന്നുള്ളൊരു ഭാഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. ബുദ്ധീന്ദ്രിയാണി ശ്രവണം സ്വകക്ഷിഘ്രാണം ജിഹ്വാ വിഷയാവബോധനാത്. ബുദ്ധീന്ദ്രിയാണി ശ്രവണം, ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അത് ബുദ്ധി കർത്തൃയാണോ അല്ല ജീവൻ കർത്താവാണോ എന്നില്ല സംശയം. അവിടെ പ്രാണസ്യ പ്രാണം എന്ന് പറയുന്നത് പ്രാണം എന്നല്ല, മുഖ്യപ്രാണന് ഇന്ദ്രിയങ്ങൾ എന്നെടുക്കാം. ജീവനിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത്, 11 ഇന്ദ്രിയങ്ങൾ എന്നുള്ളത് സിദ്ധാന്തം ഉപരിഗ്രന്ഥത്തിലുണ്ട്. ബുദ്ധീന്ദ്രിയാണി ശ്രവണം സ്വകക്ഷിഘ്രാണം, ബുദ്ധീന്ദ്രിയങ്ങളെ കൊണ്ട് ഉപ്പുകൊണ്ട് തൊടുന്നു, ശ്രവണം കൊണ്ട് ശാസ്ത്രാധിജ്ഞാനങ്ങൾ, ലൗകികജ്ഞാനം, സ്വകക്ഷി ഘ്രാണം പ്രാർത്ഥന കൊണ്ട് നല്ലത് കെട്ടത് പറയല്, ജിഹ്വാ വിഷയാബോധനാത്, ജിഹ്വ നാക്കുകൊണ്ട് വിഷയങ്ങൾ, മധുരമില്ലത്, ഉപ്പില്ലത്, പുളിയില്ലത്, ബോധനാത് ദേശം ഇന്ദ്രിയം, ഏത് ദേശത്തിൽ ഏത് ഇന്ദ്രിയത്തിന് പ്രശ്നം. ബോധനാത് വാക്പാണിപാത ബുധ അവസ്ഥാഹ, വാക്ക് എന്നുള്ളത് വാക്പാണിപാത വായു വസ്തു എന്നുള്ളത് 5 കർമ്മേന്ദ്രിയങ്ങള്, പ്രാണാസന ചക്ഷുത്വ സ്വപ്നം നൽകുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയാണി ശ്രവണേന കർമ്മസു, കർമ്മേന്ദ്രിയങ്ങൾ മുഖ്യമായ കർമ്മത്തിൽ, ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളെ പറയാതെ ശ്ലോകം. ബുദ്ധീന്ദ്രിയാണി ശ്രവണം സ്വകക്ഷിഘ്രാണം ജിഹ്വാ വിഷയാവബോധനാത്. ഇത് ജ്ഞാനേന്ദ്രിയങ്ങൾ വിഷയത്തെ അവബോധിക്കുന്നു, വിഷയത്തെ മനസ്സിലാക്കിപ്പിക്കുന്നു. ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മൾ ദേവതകളായിരിക്കുന്ന ആ ദിവ്യത്വത്തെ മനസ്സിലാക്കുന്നു. ജ്യോതിഷാഞ്ജലി ആയുർവേദ വാസുദേവൻ, ദേവതകളുടെ ആയുഷിന് വേണ്ടി ദേവതകളുടെയാണ് മരണമൊക്കെ തന്നെ, അത് അവരുടെ ആത്മാവെ അവരറിയുന്നതാണ്. കർമ്മേന്ദ്രിയാണി പ്രവണേന കർമ്മസു, മുഖ്യമായ കർമ്മത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇന്ദ്രിയങ്ങളിലും പ്രതീകമായി നമ്മൾ അനുഷ്ഠിച്ച് കാണിച്ച് അവതരുള്ളവർക്ക് അനുഷ്ഠിക്കാനുള്ള ഒരു സന്ദർഭം ഏർപ്പെടുത്താനാണ് നമുക്ക് ജന്മത്. അതിനുശേഷം അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെയാണ് പ്രവൃത്തി നിൽക്കുന്നത്, ശ്രേഷ്ഠതയുള്ളതാണ് 10 ഇന്ദ്രിയങ്ങൾ. നിഗദ്യതേ അന്ധഃകരണം മനോധി, ജ്ഞാനേന്ദ്രിയം കർമ്മേന്ദ്രിയം മനസ്സും ചേർന്ന 11 ഇന്ദ്രിയം. രഹം ഹൃദി ചിത്തമിതി സ്വവൃത്തിഭിഹി, അഹങ്കാരം എന്ന് പറയുന്നത് ചിത്തം എന്ന് പറയുന്നത് അത് മനസ്സ് തന്നെയാണ്. സ്വവൃത്തിഭിഹി, മനസ്സുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് ഗുരു ഉപദേശം ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിനിഷ്ഠിതമായിരിക്കുന്ന ലോകത്തെ അസ്ഥാമലകൾ എന്നല്ല പോലെ നെല്ലിക്ക് കയ്യിനുള്ളിൽ എങ്ങനെയാണ് വ്യാപ്തമായി കിടക്കുന്നത് അതുപോലെ ജ്ഞാനത്തിന് ധർമ്മിയായ നിർവിശേഷജ്ഞ, അതായത് ശബ്ദസംപ്രതിപത്തിയിൽ മഹാത്സ്യ നിലയിൽ ഒരു ചൂട് മാത്രമുണ്ട്, ഉറക്കത്തിനെക്കാണി ഒരു സ്റ്റെപ്പ് മേലെ. പക്ഷെ അർദ്ധസംപ്രതിപത്തിയും ഹൃദയത്തിലെ അവിദ്യയാണ്. വിദ്യ എന്നല്ല എല്ലാം അറിയുന്ന ഒരവസ്ഥയാണ്. ജീവനുള്ള സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല ആ അവസ്ഥ. പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. വേദാന്ത വിദ്യയോടാണ് താല്പര്യം തന്നെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവാതിരിക്കുമ്പോൾ ഈ മോക്ഷനില അനുഭവിച്ചു നിൽക്കുന്ന ആ ഒരു മനുഷ്യൻ, അജ്ഞാതവാസത്തിൽ താണ്ടി നിൽക്കുന്ന ആ ഒരു മനുഷ്യനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നിഗദ്യതേ അന്ധഃകരണം മനോധി രംഭകൃതി ചിത്തമിതി സ്വവൃത്തിഭിഹി. ചിത്തം എന്നുള്ളത് അഹംകൃതി എന്നത് ഞാൻ ചെയ്യുന്നു എന്നുള്ളത്, മനോധി എൻ്റെ ബുദ്ധിസാമർത്ഥ്യം എന്നുള്ളത്, ഇതെല്ലാം വേറെ കരണങ്ങളാണ്.
അത് അതിന്റെ കാര്യം ചെയ്യുന്നു. അത് ആത്മനിർദ്ദേശം കൊണ്ട് ചെയ്യുന്നതാണ്. മനസ്തു സങ്കല്പ വികൽപ്പനാദിഭി, മനസ്സിന് സങ്കല്പ വികല്പാത്മാവും മനഃാണ് വേദാന്തശാസ്ത്രത്തിൽ. ഉപലബ്ധാനേന്ദ്രിയമാണ് ന്യായശാസ്ത്രത്തിൽ. ബുദ്ധിപദാവസായ ധർമ്മത, ബുദ്ധി നൽകുന്നത് അധ്യവസായാത്മിക ബുദ്ധി, നിശ്ചയാത്മിക ബുദ്ധി എന്ന് വേദാന്തശാസ്ത്രത്തിൽ. അധ്യവസായം എന്ന് പറയുന്ന അവിടെ നിശ്ചയാത്മികമായതിനാണ് ബുദ്ധിക്ക് ലക്ഷണം എന്ന് വേദാന്തശാസ്ത്രത്തിലെ. നമ്മളെ പറയാം, നിഗദ്യതേ അന്ധഃകരണം മനോധി അഹങ്കൃതി ചിത്തമിതി. മനസ്സ്, മനോബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന് മനസ്സിനാ പറയുന്നത്. അഹങ്കൃതി ഞാൻ ചെയ്തു, അഹങ്കാരം എന്താണ്? ഈ മനസ്സ് ഒന്നുകൂടെ ചെയ്യാനില്ല. ഈ മനസ്സിനിരിക്കുന്ന ബുദ്ധിയിലും അതിന്റെ ധർമ്മിമാത്രമായിരിക്കുന്ന, നിർവിശേഷമായിരിക്കുന്ന, നിത്യമായിരിക്കുന്ന അവ്യയത്തെ ഉണരണ്ട. ചിത്തമിതി സ്വവൃത്തിഭിഹി, തന്റെ പ്രവൃത്തികൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിന് അനുകൂലമായിട്ടായ പ്രവൃത്തികളൊന്നും ചെയ്യുന്നു. അതിനാർക്ക് ഏത് സാധുകർമ്മ കരുതിശേഷ അസാധു കർമ്മ അതൊന്നും ശരി. ആരും നല്ല കാര്യം ചെയ്യുന്നതാണ് മേലോട്ട് കൊണ്ടുവന്ന് കെട്ട കാര്യം ചെയ്യുന്ന പുറത്ത് തെറ്റ് ചെയ്യുന്നതാണ് ബാധ്യതമായിട്ട് നമ്മൾ നിയന്ത്രിക്കുന്നുണ്ടെന്നുള്ളത് ഒരു സംശയമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ആ നിയന്ത്രണത്തിലാണ് നമുക്ക് അളവ് കിട്ടും. മനസ്സു സങ്കല്പ വികൽപ്പനാദിഭി, മനസ്സ് സങ്കല്പിക്കുന്ന വികല്പം, സങ്കല്പിക്കാണ്ടിരിക്കുന്നു. അത് പുരുഷതന്ത്രം എന്ന് മനസ്സിലാക്കും. വസ്തുതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവം ആണ്. വാസ്തവം അവഗതി മാത്ര വിഷയം. അത് വിധിനാലും നിഷേധത്തിനാലും അറിയപ്പെട്ടതായ ശാസ്ത്രം. മനസ്സു സങ്കല്പ വികൽപ്പനാദിഭി, മനസ്സ് പ്രവർത്തിക്കുന്ന സമയത്ത് ലോകത്തിലുള്ളതായ വൃത്തപദാർത്ഥത്തിൽ നമുക്ക് തോന്നുന്നു ഉള്ള പദാർത്ഥങ്ങൾ വാസ്തവം തോന്നും. പക്ഷെ മനസ്സെ അമീഭാവം പ്രാപിക്കാൻ പറ്റുന്നതായ ബുദ്ധി ഗുരു ഉപദേശത്താൽ സ്പഷ്ടമായിട്ട് ആവർത്തിക്കും. അപ്പൊ അവരുടെ മനസ്സിന്റെ സ്ഥിതി വളരെയധികം സോഫ്റ്റ് ആയിരിക്കും. ലോകത്തിന് വേണ്ടി ഉപകാര ബുദ്ധിയായിരിക്കും, പരോപകാരാർത്ഥം ശരീരമായിരിക്കും. ആനാ അവരെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ശിഷ്യന്മാർക്കോ അവരുടെ ഗൗരവത്തെ മനസ്സിലാക്കിയവർക്കോ മാത്രമേ പറ്റുള്ളൂ. അളക്കാൻ പറ്റാത്ത ഒരു ജ്ഞാനവിശേഷമാണ് അവർക്ക് എല്ലാം തന്നെ സ്പഷ്ടീകരിക്കപ്പെടുന്ന ജ്ഞാനം കിട്ടാൻ സാധ്യതയുള്ളവരാണ്. എല്ലാവർക്കും അങ്ങനെ യോഗം പോലെ ഇരുന്നിടത്തിൽ ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ യോഗം നല്ല പറഞ്ഞാൽ അതിന് വിഞ്ചാനം എന്നുള്ള സ്റ്റേജ് പോയി യുക്തം എന്നുള്ള സ്റ്റേജ്, ജീവൻ മുക്തം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരാണ്. മനസ്തു സങ്കല്പ വികൽപ്പനാദിഭി ബുദ്ധിപദാവസായ ധർമ്മത, പ്രവൃത്തി എന്നുള്ളത് അധ്യവസായം എന്നുള്ളത് അതെല്ലാം ധർമ്മത്തിൽപ്പെട്ടതാണ്. ധർമാധർമ്മത്തിന് മേലെയുള്ളതാണ് ആ അഷ്ടാമളകരമുള്ളതായ കൈകുള്ള അടങ്ങി നിൽക്കുന്നതായ വ്യാപ്തി. അതായത് ഇപ്പൊ വ്യാപ്യനാരായണ വ്യാപ്യം വ്യാപകം. വ്യാപ്തി എന്ന് പറഞ്ഞാൽ സാമാനാദ്യം, വ്യാപകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികദേശമുള്ളത്. വ്യാപകം എന്ന് പറഞ്ഞാൽ പുക ഇല്ലതിനേക്കാളും അധികം തീയുണ്ട്, പുകയില്ലാണ്ട് തീയില്ലുണ്ട്. അപ്പോൾ പുക എന്ന് പറയുന്നത് വ്യാപ്യവും തീ എന്ന് പറയുന്നത് വ്യാപകമാണ്. അതേപോലെ പദാർത്ഥ അധ്യവസായ ധർമ്മത, മനസ്സങ്കല്പ വികല്പത്തിനെക്കാളും ബുദ്ധി നിശ്ചയാത്മകമാണ്. ബുദ്ധി ഒരു ഉപദേശത്തിനാല് ശാസ്ത്രാന്തരങ്ങളിൽ നോക്കി വളരെ മൃദുവായിട്ട് കിട്ടുന്നതായ നല്ല കിട്ടുന്നതായ അനുഭവമാണ്. അത്രാഭിമാനാദഹമി, അത് അഹമീത്യഹങ്കൃതി. ഈ മനസ്സുകൊണ്ട് കണ്ടറിഞ്ഞ് കുറച്ച് യോഗപരമുണ്ട്, ഭസ്മത് യോഗമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് സുനപാനപാതി യോഗങ്ങൾ കൊണ്ടോ ധനം ഉണ്ടാക്കിയ സമയത്ത് നമുക്ക് തോന്നുന്നു അത്രാഭിമാനദഹ അഹമീത്യഹങ്കൃതി. ഞാനാണ്, ഈ ശരീരമാണ്, ഈ ശരീരം കൊണ്ടാണ് ഞാൻ ചെയ്തത്, എന്ത് സാമർത്ഥ്യം കൊണ്ടാണ് ചെയ്തത് എന്ന് നമുക്ക് തോന്നും. സ്വാർത്ഥാനോ സന്ധാന ഗുണേന ചിത്തം, തന്നോട് സ്വാർത്ഥത കൊണ്ടാണ് അത് മനസ്സങ്ങനെ പ്രവർത്തിക്കുന്നത്. സ്വാർത്ഥത എന്നുള്ളത് ഇതിന് കാരണം പൂർവ്വജന്മ കർമ്മമാണ്. അത് പുണ്യം ക്ഷയിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള പുണ്യങ്ങൾ നമുക്ക് പിണ്ടെങ്കിലേ കിട്ടുള്ളൂ.
അത്രാഭിമാനദ അഹമീത്യഹങ്കൃതി സ്വാർത്ഥാനുസന്ധാന സന്ധാന ഗുണേന ചിത്തം. സ്വാർത്ഥതയിനാൽ ഗുണം കൊണ്ട് ചിത്തം. അപ്പൊ ഗുണം പോയി കഴിഞ്ഞാൽ ചിത്തം എന്താണ്? ഗൃഹീതം ചക്ഷു, ഗൃഹീതം ശ്രോത്രം, ഗൃഹീതം മനാമല്. ഇത് തൂക്കത്തിലുള്ള അവസ്ഥ. അതായത് സുഖം അറിയാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല അവസ്ഥ. അതറിയാൻ പറ്റുമോ പറയാൻ പറ്റുമോ എന്നുള്ളത് അതിന്റെ പൂർണ്ണ വ്യവസ്ഥ. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എന്തോ ചെയ്യുന്നറിയാം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നത് പോലെയാണ് ഏത് ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ജീവൻ മുക്തന്റെ അവസ്ഥ എന്നുള്ളത്. ജീവൻ മുക്തി ഇങ്ങനെ ഉണ്ടാവാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ ഒരു പ്രോസസ് നോക്കുന്നു, അതിന്റെ തന്നെ അനുഭവിക്കപ്പെടുന്നു. എന്നാൽ ശ്രുതിയുടെ വിരോധമായിട്ട് വ്യതിചാരം ഇല്ലാത്തതുകൊണ്ട് പഞ്ചപ്രാണനെ കുറിച്ചാണ് പറയുന്നത്. പ്രാണാപാന വ്യാനോദാന സമാനാഹ ഭവത്യസോ പ്രാണ. പ്രാണാപാന വ്യാനോദാന സമാനം 5 പ്രാണമുണ്ട്. സ്വയമേവ വൃത്തിഭേദാഹ വികൃതിഭേദാ സുവർണ സലിലാധിപത്. സ്വയമേവ വൃത്തിഭേദ. പ്രാണെന്നില് മൂച്ചിലാറ്റെടുക്കുന്ന വരുന്നത്. അപാണെന്നില് കീഴേന്ന് സാപ്ത ആഹാരം കഴിച്ച ആഹാരത്തിന് ജരിക്ക വെക്കുന്നുണ്ട്. ധ്യാനെന്നുള്ളത് എല്ലായിടത്തും കഴിച്ച ആഹാരത്തിന് എത്തിക്കുന്നുണ്ട്. ഉദാനെന്ന് ഉദമണ്ണം സമം നേരി ഉദാഹരണം. ധ്യാനം സർവശരീരം. ധ്യാനം എല്ലാ ശരീരത്തിലും. സമാന ഖണ്ഡദേശ ഖണ്ഡദേശത്തില് ഭവത്യസോ പ്രാണ. ഇങ്ങനെയാണ് പ്രാണുന്നത്. സ്വയമേവ വൃത്തിഭേദാഹ. ഒരേ ഒരു സാക്ഷി തന്നെയാണ്. അപാനം തന്നെയാണ് പ്രാണാപാന ധ്യാനോദാന രൂപത്തിലുള്ളത്. അല്ലെങ്കിൽ മുഖ്യപ്രാണം തന്നെയാണ് ഇന്ദ്രിയങ്ങളുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. സ്വയമേവ വൃത്തിഭേദാ വികൃതിഭേദാ സുവർണ സലിലാധിപത്. സ്വർണം തന്നെയാണ് എങ്ങനെയാണ് മാലയും വളരായിട്ട് നിൽക്കുന്നത്. ജലം തന്നെയാണ് നിറയും പതിയായിട്ട് നിൽക്കുന്നത്. അതുപോലെ ഒരേ കാറ്റ് തന്നെയാണ്, ഒരേ വായു തന്നെയാണ് പ്രാണരൂപത്തിൽ നിൽക്കുന്നത്. എന്നാൽ പ്രാണൻ അപാനം ധ്യാനം ഉദാനം സമാനത ചേതന നിൽക്കുന്നതാണ്. ഒരു ചൈതന്യമുള്ളതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നു, ഒരു ചൈതന്യമുള്ളത് നമ്മൾ കാണുന്നു, ഒരു ചൈതന്യമുള്ളതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. അതേ ഒരു ചൈതന്യമാണ് പ്രാണെന്നുള്ളത്. പ്രാണൻ നമുക്ക് മുച്ചിക്കാറ്റ് പോലെയൊന്നും കാറ്റിന്റെയും അന്തര്യാമിയാണത്, ജീവാത്മാവാണത്. സൂക്ഷ്മ ശരീരത്തിനാണ് പറഞ്ഞിട്ട് വാഗാധിപഞ്ച ശ്രവണാധിപഞ്ച പ്രാണാധിപഞ്ച അഭ്രമുഖാനി പഞ്ച ബുദ്ധ്യാദ്യ വിദ്യാവിച കർമ്മണി പുതിയഷ്ടകം സൂക്ഷ്മശരീരമാഹു. ഈ 8നെയാണ് സൂക്ഷ്മശരീരം പറയുന്നത്. വാഗാദി 5. വാഗ്പ്രാണ പായു, വാഗ് പാണി പാദ പായു ഉപസ്സമുള്ളത്. ശ്രവണാധിപഞ്ച ശബ്ദം, ഘ്രാണരസ ചക്ഷുസ്രോത്രാണ് 5 ഇന്ദ്രിയങ്ങൾ. പ്രാണാധിപഞ്ച പ്രാണാപാന വ്യാനോദാന സമാനം 5. അഭ്രമുഖാനി പഞ്ച പഞ്ചീകരണത്താൽ ബുദ്ധ്യാദ്യ വിദ്യാവി. ബുദ്ധി എന്നുള്ളത് അവിദ്യ എന്നുള്ളത് അനാദിയായിട്ടാണ്. അവിദ്യ എന്നുള്ളത് അനാദിയായിട്ടാണ്. ബുദ്ധി എന്നെടുക്കുമ്പോൾ ഗുണങ്ങളെ സംയോഗത്തിനാലുണ്ടാകുന്നു. കാമകർമാണി പര്യഷ്ടകം. കാമകർമ്മ എന്നുള്ളത് രാഗദ്വേഷം 3 കാമകർമ്മ. സൂക്ഷ്മ ശരീരമാഹു. സൂക്ഷ്മരൂപം. ഇതിൻ്റെ എല്ലാം നിന്നാണ് ഒരു തേജസ് ഉണ്ടാകുന്ന സമയത്ത് ആ ശരീരത്തിലുള്ള എല്ലാ ഇന്ദ്രിയത്തിൻ്റെ സാരത്തിലുണ്ട്. പര്യഷ്ടകം സൂക്ഷ്മ ശരീരമാഹു. ഭാഗാദിപഞ്ച ശ്രവണാദിപഞ്ച പ്രാണാദിപഞ്ച അഭ്രമുഖാനി പഞ്ച. അഭ്രം ഈ പഞ്ചാഗ്നി വിദ്യയിൽ വരുന്ന സമയത്ത് കാറ്റാൽ അടിച്ചു വരുന്ന സമയത്ത് ആ കാറ്റിന്റെ വേഗം കൊണ്ട് അത് പുകയായി മാറി, അതിൽ നിന്ന് അത് പനിക്കണങ്ങളായി മാറി, അത് മേഘായി മാറി, അത് കൊട്ടയെന്ന്. എന്നാൽ അതിൽ നിന്നാണ് പിന്നെ
സസ്യങ്ങളിലുണ്ടാകുന്നത്. രാജീവന്റെ മഴയില്ലെങ്കിൽ വാഗാദിപഞ്ച ശ്രവണാദിപഞ്ച പ്രാണാദിപഞ്ച പ്രമുഖാനി പഞ്ച ബുദ്ധ്യാസ്യ വിദ്യാജക കാമകർമാണി പര്യഷ്ടകം സൂക്ഷ്മശരീരം സ്വതന്ത്ര പ്രകൃതം സംരക്ഷിതരൂപണാന്തിയാണല്ലേ അവൻ്റെ ഭൂതസൂക്ഷ്മമാണ്. പഞ്ചീകരണം എന്നുള്ളത് ത്രിവിസ്കരണം എന്നുള്ളത് ത്രിവിസ്കരണത്തിന്റെ ഉപലക്ഷണ രൂപമായിട്ട് പഞ്ചീകരണം എടുക്കാൻ പറ്റും. അതിഭൂതങ്ങളോട് ചേർന്നിട്ട് ഇതം ശരീരം സൂക്ഷ്മ സംഗീതം. ഈ ശരീരം സൂക്ഷ്മം അപ്പോ സ്ഥൂല ശരീരം ഇന്ദ്രിയ ഭാരമായിട്ടുള്ള സൂക്ഷ്മം. ഭൂതേന്ദ്രിയങ്ങളോട് ചേർന്നിട്ട് പ്രസാദത്തിന് ശേഷമുള്ള സ്ഥൂലം. ഇതം ശരീരം സൂക്ഷ്മ സംഗീതം ലിംഗം ത്വം പഞ്ചീകൃത ഭൂതസംഭവം. പഞ്ചീകൃതം. ഇതം ശരീരം സൂക്ഷ്മ സംഗീതം. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് അപഞ്ചീകൃത രൂപ. ലിംഗം ത്വപഞ്ചീകൃത ഭൂതസൂക്ഷ്മം. അപഞ്ചീകൃത ഭൂതസൂക്ഷ്മ അടയാളമായിരുന്നു. അപഞ്ചീകൃതമായിട്ടുള്ള അടയാളം. അത് പഞ്ചീകൃത രൂപത്തിൽ വരുമ്പോൾ പ്രേതസ് വഴി യോനേശ്വരീരം എന്നുള്ള സൂത്രമുണ്ട്. യോനി ആയ ശേഷം സുഖദുഃഖം അനുഭവിക്കുന്നുണ്ട്. അതുവരേക്കും ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ വേഗത്തിൽ വന്നു ചേർന്ന് വന്നു. അതിനുശേഷം എന്തായി സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുവരേക്കും ഉണ്ടാകുമ്പോൾ ശേഷം സുഖദുഃഖങ്ങൾ ഇപ്പം യോനേ ശരീരം ദേഹയോഗാത്വാസോടി ദേഹയോഗം ഉണ്ടാകുമ്പോൾ അവിദ്യയുണ്ട്. അവിദ്യ ഉണ്ടാകുമ്പോൾ സുഖദുഃഖം ഉണ്ടാകും. സവാസനം കർമ്മഫലാനുഭാവകം. വാസനക്കനുസരിച്ച് കർമ്മഫലത്തിനനുസരിച്ചിട്ട് സ്വജ്ഞാനദോനാദി ഉപാധിരാത്മന. സ്വജ്ഞാനദോ തന്നോട് ജ്ഞാനം അനാദിയായിട്ടുള്ള ജ്ഞാനം കൊണ്ട് വാസന കൊണ്ട്. വാസന അല്ല മോക്ഷത്തിന്. വാസന എന്ന് പറഞ്ഞാൽ കർമ്മവാസന. കർമ്മവാസന എന്നുള്ളത് ഉണ്ടാവും. നല്ലതിൽ പ്രവർത്തിച്ചാൽ നല്ലതിലേക്കുള്ള ഉപാധികളുണ്ടാവും. അതിനുള്ള ഒരു പക്വത എന്നുള്ളത് നമുക്ക് സ്വജ്ഞാനതോ അനാദിരുപാധി ആത്മന. അനാദി ഉപാധി ആത്മാവിനുള്ളത് കൊണ്ട് അത് ക്രമമായിട്ട് അതിൻ്റെ പ്രവൃത്തി കർമ്മഫലത്തെ അറിയും. ഇതം ശരീരം സൂക്ഷ്മ സംഹിതം. ഏത് ശരീരം സൂക്ഷ്മമായിട്ടുള്ള പഞ്ചീകൃതമായിട്ടുള്ളത് പഞ്ചീകരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നിത്യായിട്ടുണ്ട് ജീവൻ ആണ്. ഇതം ശരീരം സൂക്ഷ്മ സംഹിതം ലിംഗം പഞ്ചീകൃത ഭൂതസൂക്ഷ്മം. കാരണം എന്ന് പറഞ്ഞാൽ അപഞ്ചീകൃതമാണ്. അത് ജീവൻ പറയും. അത് ആത്മാന്ന് പറയും. ജീവാത്മാന്ന് പറയും. അപ്പൊ പഞ്ചീകൃതമായിട്ടുള്ളത് സ്ഥൂല ശരീരം എന്ന് പറയും. സവാസനം കർമ്മഫലാനോ ഭാവകം. അത് പൂർവ്വജന്മ കർമ്മഫലത്തിനനുസരിച്ച് ശരീരങ്ങൾ ഉണ്ടാക്കുന്നു. ഏത് ശരീരത്തിൽ പ്രവർത്തിക്കണമോ അത് വിഭവനോട് സങ്കല്പിച്ചാൽ സാങ്കല്പികമായ പ്രപഞ്ചത്തിൽ സാങ്കല്പികമായ ജന്മം. സ്വജ്ഞാനദോ അനാദിരൂപാതിരാത്മന. അനാദിയായ രൂപം. ഏത് സ്വദേവസ്വമീതമുദ്രാസ ഏകമേവാദ്യം അസദേവമുദ്രാസ ഏകമേവാദ്യം പുരസ്വസ്വമേവം ശാരീരികവാദ. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സത്യസ്വമീതമുദ്രാസ സാധാരണ പ്രളയം സൃഷ്ടി പ്രളയം സൃഷ്ടിയാണ് ആദ്യമായിട്ടില്ല. അതിൽ സ്വജ്ഞാനദോ അനാദിരൂപാതിരാത്മാ. രൂപാത്മാ എന്ന് പറഞ്ഞാൽ അവിദ്യാത്മകമായിട്ടുള്ള ശരീരസുഖമുള്ള ആത്മാ. അത് അനാദിയാണ്. അവിദ്യ പോയി കഴിഞ്ഞാലും അനാദിയായി തന്നെയാണ് ആ നിർവിശേഷ സ്വരൂപമായ ബുദ്ധി നിൽക്കുന്നത്. ബുദ്ധിത്വം. ബുദ്ധിത്വവും ബുദ്ധിയും ഒന്നും സദ്ബുദ്ധിബന്ധനായുണ്ട്. സ്വപ്നോ ഭവത്യസ്യ വിഭക്ത്യവസ്ഥ. സ്വപ്നം എന്നുള്ളത് വിഭാഗം ചെയ്ത അവസ്ഥയാണ്. സ്വപ്നാവസ്ഥ. അത് സന്ധ്യയെ തൃതീയവും സ്വപ്നസ്ഥാനം. മധ്യസ്ഥാനം സുഷുപ്തിക്കും ജാഗ്രതയും മധ്യത്തിലുള്ള അവസ്ഥയാണ് സന്ധ്യാമൊരവസ്ഥ. സ്വപ്നം എന്നുള്ളത് അത് ആ സ്വപ്നം നോക്കിയാൽ വാസ്തവല്ല. മനസ്സ് എന്നുള്ളത് കണ്ണിലേക്ക് പ്രവേശിക്കുന്നതിനകത്ത് ആ ഒരു ശരീരത്തിൽ തോന്നുന്ന അവസ്ഥകളാണ്. അവിടെ ഗതുല്ല അത്ര ദേവസ്ഥാനത്തിന്റെ വരതാണ്ട് ദേവതാം എന്താണ് സ്വപ്നം. ആ വിഷയവാക്യത്തെ വെച്ചിട്ടാണ് അവിടെ വിചാരം. ഗതുവില്ല രഥയോഗമില്ല വഴികളുമില്ല എന്നാ തോന്നുന്നതെന്ന് അത് നിശ്ചയമാണെന്ന് സന്ധ്യാധികരണത്തിൽ പറഞ്ഞത്. 6 സൂത്രമാണ് ആ സന്ധ്യാധികരണത്തിൽ.
സ്വപ്നോ ഭവത്യസ്യ വിഭക്ത്യവസ്ഥ സ്വമാത്രശേഷേണ വിഭാതിയത്ര. അവിടെ ജീവൻ കർത്താവാണ്. അല്ല, സ്വപ്രകാശമായ ജീവൻ പരമാത്മാ സംബന്ധിയായിട്ട് സൃഷ്ടിക്കപ്പെടുന്നതാണ്. അല്ല, ജീവൻ സ്വതന്ത്രമായിട്ട് സൃഷ്ടിക്കപ്പെടുന്നതെന്ന് പൂർവപക്ഷം. പരമേശ്വര ഉപാധിയോട് കൂടിയിട്ടാണ് ജീവൻ സ്വയം പ്രകാശമായി സൃഷ്ടിക്കപ്പെടുന്നതെന്ന് സിദ്ധാന്തം പറയുന്നത്. സ്വപ്നോ ഭവത്യസ്യ വിഭക്ത്യവസ്ഥ. സ്വപ്നം എന്നാണ് വിഭാഗത്തെ കാട്ടുന്നത്. ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും തിരിച്ചു കാട്ടുന്ന അവസ്ഥയാണ് സ്വപ്നാവസ്ഥയാണ്. സന്ധ്യൻ സന്ധ്യക്കും സ്വപ്നസ്ഥാനം, മൂന്നാമത് സ്വപ്നസ്ഥാനം. ജാഗ്രതയും സൂക്ഷ്മത്തിനും മധ്യത്തിലുള്ള സ്വപ്നോ ഭവത്യസ്യ വിഭക്ത്യവസ്ഥ സ്വമാത്രശേഷേണ വിഭാതിയത്ര. താനുള്ളതൊക്കെ കണക്കാക്കുന്നത്, താൻ ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ സത്യം. ഈ ഒരേ ഒരു അവസ്ഥയിൽ നിന്ന് രണ്ടവസ്ഥയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഏതോ ഒരു അവസ്ഥയിൽ നിന്ന് എപ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏതിലേക്ക് നമുക്ക് പ്രവേശിക്കാനും വരാൻ പറ്റില്ല. പ്രവേശിക്കുക വരുന്നത് ജീവലയിലായില്ല. ധ്യാനിക്കുന്നതിന് ധ്യാനം പോലെ, ആടുന്നത് പോലെ. അല്ല, ഉദാഹരണത്തിൽ പറഞ്ഞത് സ്വപ്നോ ഭവത്യസ്യ വിഭക്ത്യവസ്ഥാഃ സ്വമാത്രശേഷേണ വിഭാതിയത്ര. ഏതാണ് ചൈതന്യം മാത്രമാണ് അവസ്ഥയാണ് സ്വകീയ അവസ്ഥ. അത് ഞാൻ പരിപക്വമായ അവസ്ഥ. ചേതോ അത് പ്രകാശ ചേതനെ മാത്രമാണ് പറഞ്ഞത്, പരമാത്മാൻ മാത്രമാണ്. അത് സ്വസ്വരൂപത്തിലുള്ള സ്വപ്നേത ബുദ്ധി സ്വയമേവ ജാഗ്രത. സ്വപ്നത്തിലുള്ള ബുദ്ധി താനാ ജാഗ്രതയിലേക്ക് വരുന്നത്. ജാഗ്രത കാലീന നാനാവിധവാസനാഭി. പൂർവ്വവാസന കൊണ്ടാണ് വരുന്നത്. ഒരു തുള്ളി ജലം സമുദ്രത്തിലിട്ട് കഴിഞ്ഞാൽ അത് സമുദ്രത്തിൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അവിദ്യാപൂർവമായിട്ട് പരമാത്മാവ് ലയിച്ച് സ്വപ്നത്തിലുണ്ടായത് തിരിച്ചു വരുന്നത് ഇന്നലെ ചെയ്ത കർമ്മങ്ങൾ ഇന്ന് ബാക്കി വെച്ച് ചെയ്യുന്ന സമയത്ത് ഇന്നലെ തൂങ്ങി വന്നെ ഇന്ന് തൂങ്ങുന്നു, ഉറങ്ങി വന്നെ ഞാൻ ഇന്ന് എണീച്ച് വരുന്നത് ഒന്ന് മനസ്സിലാവുന്ന ഇന്നലെ ചെയ്ത് വെച്ച ബാക്കി ഇന്ന് ചെയ്യുന്നത് കൊണ്ടാണ്. സ്വപ്നേത ബുദ്ധി സ്വയമേവ ജാഗ്രത കാലീന നാനാവിധ വാസനാഭി. നാനാവിധ വാസനകളിൽ നിന്ന് ജീവൻ നിത്യാണെന്ന് മനസ്സിലാക്കുന്നതിൽ പുത്ര കർത്താധിഭാവം പ്രതിപദ്യരാജത്തെ. കർത്തൃഭാവത്തെ അടഞ്ഞിട്ട് ശോഭിക്കുന്നു. കർത്താധിഭാവം പ്രതിപദ്യരാജത്തെ. കർത്തൃഭാവത്തെ അടഞ്ഞിട്ട് ശോഭിക്കുന്നു. കർത്താവിന്റെ ഭാവം ഇല്ലെങ്കിൽ ഇതേതും ശോഭിക്കൂല. സ്ഥൂലരൂപത്തിലും ശോഭിക്കൂല. സൂക്ഷ്മരൂപത്തില് അത് ശോഭിക്കുന്നവരല്ലല്ലോ. അവിഞ്ചീകൃതമായ പിന്നെ കാണാനേ പറ്റില്ലല്ലോ. അപ്പൊ അത് എല്ലാറ്റിനെയും ശോഭിപ്പിക്കുന്നതാണ്. അതാണ് പ്രയോജകത്വമുള്ള കർത്തൃത്വമാണ്. കർത്താദിഭാവം പ്രയോജനം ഉള്ളതാണ് മനുഷ്യനുടെ പ്രതിപദ്യരാജത്തെ. കർത്താദിഭാവത്തെ അറിഞ്ഞിട്ട് അത് ശോഭിക്കുന്നു. രാജായിരുന്ന രാജാവിന് മന്ത്രിമാരിലും ജേറകളിലും അതുപോലെ മുഖ്യപ്രാണരിക്കുമാണ് ഇന്ദ്രിയങ്ങളും കരണങ്ങളെല്ലാം. കർത്താദിഭാവം പ്രതിപദ്യരാജതെ എത്ര സ്വയം ജ്യോതിരയം പരാത്മാ. സ്വയം ജ്യോതിഷായുള്ള പരമാത്മാണ്. തേജോ അത പ്രകാശ ഭൗതികതേജസ്സംകാരനായ പരമാത്മാ. ഒരു ശ്ലോകത്തിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ പറയാൻ പറ്റും. ഞാൻ അതിൽ ഏകദേശം ചില അർത്ഥങ്ങളും പറഞ്ഞു. സ്വപ്നോ ഭവത്യസ്യ വിഭക്ത്യവസ്ഥ. സ്വപ്നത്തില് ആടും തോന്നുന്നു, മാടിന് തോന്നുന്നു, പശുവിനെ തോന്നുന്നു, അത് തോന്നുന്നു, ഇത് തോന്നുന്നു. സ്വപ്നോ ഭവത്യസ്യ വിഭക്ത്യവസ്ഥ. ആണ് മായാമാത്മദാസൻ അനഭിവ്യക്ത സ്വരൂപത്തെ. ആ സ്വപ്നത്തിൽ കാണുന്ന മായികമാണ്. അത് അഭിവ്യക്തമായ സ്വരൂപമില്ല, ജാഗ്രതയില്ല പോലെയല്ല. അത് സ്വപ്നത്തിന് വ്യത്യാസമുണ്ട്. സ്വപ്നം വാസ്തവല്ല. അവിടെ അസുഖം. സ്വപ്നോ ഭവത്യസ്യ വിഭക്ത്യവസ്ഥ. വിഭാഗം ജാഗ്രതയും സുഷുപ്തിക്കും ചെയ്യുന്നുണ്ടെങ്കിൽ സ്വപ്നത്തിലും എന്താണ് ആടാവുന്നത്, മാടാവുന്നത്, രഥാമെന്ന് വിഭക്തമായ അവസ്ഥയാണ്. ആ വിഭക്തമായ അവസ്ഥ അവ്യക്തമാണെന്ന് വെച്ചാൽ സ്വമാത്രശേഷേണ വിഭാതിയത്ര. പരമാത്മ ചൈതന്യം മാത്രം എന്ന് വെച്ചാൽ ഇത് ഈ തോട്ടങ്ങളിലും തോന്നുന്നത്. സ്വപ്നത്തിൽ തോട്ടം തോന്നുന്നതായതുകൊണ്ട് തോട്ടം നല്ലതാണത് വാസ്തവമല്ല.
സ്വപ്നേതു ബുദ്ധി സ്വയമേവ ജാഗ്രത്. സ്വപ്നേതു ബുദ്ധി, സ്വപ്നബുദ്ധി എന്നുള്ളത് സ്വയം ഉള്ളതാണ്, അവിദ്യ സംബന്ധിയാണ്. ജാഗ്രത് കാലീന നാനാവിധവാസനാവി, ജാഗ്രത് കാലത്തിലുള്ള പലതര വാസനകൾ കൊണ്ടാണ് എന്താണ് സ്വപ്നത്തിലാണ് പോകുന്നത്. ജാഗ്രത് കാലത്തിലുള്ള വാസനകൾ ജാഗ്രത് വ്യവഹാര ഫലത്തിലുള്ളതാണ്. അതിനെ സൂചകത്തിൽ ശ്രദ്ധിക്കുക. സ്വപ്നം വാസ്തവല്ലെങ്കിലും കൂടെ അത് സൂചിപ്പിക്കുന്ന അർത്ഥങ്ങളെല്ലാം ചിലത് വാസ്തവമാണ്. കർത്താദിഭാവം പ്രതിപദ്യരാജതേ, കുതിരയിൽ കയറുന്ന നല്ലതും കഴുതയിൽ കയറുന്ന മോശമെന്നും ആടെ ഭാഷകാരൻ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കർത്താദിഭാവം പ്രതിപദ്യരാജതേ, കർത്തഭാവത്തെ അറിഞ്ഞിട്ടാണ് ശോഭിക്കുന്നത്. എത്ര സ്വയം ജ്യോതിരയം പരാത്മാ, സ്വയം ജ്യോതിഷം പരമാത്മാവാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വയം ജ്യോതിഷായ പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു ശ്ലോകത്തിന് വിദ്വാൻമാർ പല അർത്ഥങ്ങൾ പറയും. യഥാശക്തി ലോകോപകാരാർത്ഥം ആത്മദർശനം സാധിക്കാനുള്ള അവർ കാണുമ്പോൾ അവർക്ക് ഏതോ ഒരു ഗുരുമുഖമാണ് അവർ സമുദ്രത്തിൻ്റെ കര കണ്ടുപിടിക്കും. എങ്ങനെയാണോ സമുദ്രത്തിലെ തോണിയിലോ ജീവരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്ന സമയത്ത് കപ്പലിൽ രക്ഷപ്പെടുന്നു, അതുപോലെ എല്ലാ മനുഷ്യർക്കും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കാട്ടിൽ പോയി ഞാൻ വഴി തെറ്റിക്കഴിഞ്ഞാൽ കൂടെ വഴി കണ്ടുപിടിക്കാനുള്ള പല മാർഗങ്ങളും നമുക്ക് ഇല്ലതുപോലെ നമ്മൾക്ക് ശാശ്വതമായ ശാന്തിക്ക് വേണ്ടായ മാർഗങ്ങൾ വേദപ്രാമാണികമായി സ്വതന്ത്ര പ്രമാണമായ ഉപനിഷത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ആയിരിക്കും.